ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ സർക്കാർ കണ്ടിലൊക്കെ പതിവ്. എനിക്ക് വീടില്ലാതിരിക്കണേ, എനിക്ക് തന്നാൽ ഞാനും വാങ്ങിക്കും. സർക്കാരല്ലേ ചെയ്യുമായിരിക്കും. നമസ്കാരം. ഇന്ന് സ്റ്റുഡന്റ് ലൈവിൽ വയനാട് ടൗൺഷിപ്പിനെ പറ്റി ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് ചോദിച്ചറിയാം. അപ്പൊ ചേട്ടന്റെ പേരെങ്ങനെയാ? ഹരീഷ്. അപ്പോ നമ്മുടെ വയനാട് സർക്കാരിന്റെ വയനാട് ടൗൺഷിപ്പ് പദ്ധതിയെ പറ്റി നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അതിനെപ്പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? പറയാനെന്ന് വെച്ചാൽ അവിടെ കുറെ ഇപ്പൊ വീടുകളൊക്കെ വെച്ചു കൊടുക്കുന്നൊക്കെ പറയുന്നു. അവരിപ്പോ കോൺഗ്രസ്സുകാരും വെക്കുന്നു, LDF കാരും വെക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നത്. അപ്പൊ എനിക്ക് നല്ലൊരു കാര്യമായിട്ടാ തോന്നിയിട്ടുള്ളത്. നല്ലത് തന്നെ, പക്ഷെ കുറെ തെറ്റായ വാർത്തകളും വരുന്നുണ്ട്. എൻ്റെ അഭിപ്രായമല്ലേ, ഒരു വലിയ പ്രളയം വന്ന് വലിയ പ്രയാസത്തിൽ എല്ലാ കുടുംബങ്ങളെയും സംരക്ഷിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണല്ലോ. മാത്രമല്ല, ഇന്ത്യയിലല്ല ലോകത്തെ പല സ്ഥലങ്ങളിലും ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ സർക്കാർ കണ്ടിലൊക്കെ പതിവ്. നഷ്ടപ്പെട്ടവർക്ക് നഷ്ടപ്പെട്ടു, ഒന്നും കിട്ടുന്നില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഗവൺമെൻറ് കുടുംബങ്ങളെ മുഴുവൻ ദത്തെടുത്ത്, മാത്രമല്ല ഈ ഒരു ഒന്നിച്ചെല്ലാം കൊല്ലായി ഇത്രയും കാലം അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും, വീട് വാടകയ്ക്ക് കൊടുക്കുന്നു, അതിൻ്റെ എന്താണ് റെൻ്റ് അടയ്ക്കുന്നു. നല്ല രീതിയിലല്ലേ, ആരാ അതിനെ എതിർക്കതിന്? നല്ല കാര്യമില്ലേ? നല്ലതല്ലേ അത്? പണി ചെയ്ത് കൊടുക്കണം, നല്ല വീടില്ലാത്തവർക്ക് കൊടുക്കണം, നല്ലതല്ലേ മക്കളെ? എനിക്ക് വീടില്ലാതിരിക്കണേ, എനിക്ക് തന്നാൽ ഞാനും വാങ്ങിക്കും. ഒരുപാട് ജനങ്ങൾ കഷ്ടത്തിലാണ്. അവർക്കൊരു വീട് വയ്ക്കുന്നതും കൊടുക്കുന്നതും നല്ലതാണ്. അത് ചെയ്തു കൊടുക്കണവർ നല്ലവരാവട്ടെ, അതാണ് ഏറ്റവും വലുത്. പ്രത്യേകിച്ചും ഇതൊരു നാഷണൽ ഡിസാസ്റ്റർ ആയ സ്ഥിതിക്ക് ഈ കേന്ദ്രത്തിൽ നിന്നും വേണ്ടവണ്ണമുള്ള സാമ്പത്തിക സഹായങ്ങളും ഇതിനുള്ള പരിഗണനയും കിട്ടിയിട്ടില്ല. അവിടെ ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെ കടന്നുപോയ ആളുകളല്ലേ, അവർക്ക് അങ്ങനെ ഒരു ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് എല്ലാം കൊണ്ടും നല്ലൊരു കാര്യം. അത് അവരെ എത്തിയിട്ടുണ്ടെങ്കിൽ അവർ ചെയ്യുമായിരിക്കും ഉറപ്പായിട്ട്. പറയാനും ഒരുപാടുണ്ട്, ചോദിക്കാനും ഒരുപാടുണ്ട്. തൽക്കാലം നമുക്ക് ഈ ചോദ്യങ്ങൾക്ക് ഇവിടെ വിരാമം ഇടാം. നന്ദി.